വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 34 മുതൽ 46 വരെ തിരുവചനങ്ങൾ. ബാരക്കുമോർ. താൻ സാദൂക്യരെ മിണ്ടടക്കി എന്ന് പരീശന്മാർ കേട്ടപ്പോൾ പരീശന്മാർ ഒരുമിച്ചുകൂടി. അവരിൽ ന്യായപ്രമാണം അറിയാവുന്ന ഒരുവൻ തന്നെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഗുരു, ന്യായപ്രമാണത്തിൽ വലിയ കൽപ്പന ഏതാകുന്നു? യേശു അവനോട്, നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം. ഇതാകുന്നു പ്രഥമവും പ്രധാനവുമായ കൽപ്പന. ഇതിനോട് തുല്യമായി രണ്ടാമത്തേത്, നീ നിന്നെ എന്ന പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നുള്ളതുമാകുന്നു. ഈ രണ്ട് കൽപ്പനകളിൽ ന്യായപ്രമാണവും ദീർഘദർശികളും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം പരീശന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരോട്, മിശിഹായെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു? അവൻ ആരുടെ പുത്രനാകുന്നു എന്ന് ചോദിച്ചു. ദാവീദിൻ്റെ പുത്രൻ എന്ന് അവർ തന്നോട് പറഞ്ഞു. താൻ അവരോട്, ദാവീദ് ആത്മാവ് മൂലം അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? അതായത്, നിന്റെ ശത്രുക്കളെ ഞാൻ നിന്റെ പാദത്തിന് കീഴെ പീഠമാക്കി വയ്ക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് പറഞ്ഞു എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആകയാൽ ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുമ്പോൾ അവൻ അവൻ്റെ പുത്രനാകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. തന്നോട് മറുപടി പറയുവാൻ ആർക്കും കഴിഞ്ഞില്ല. ആ ദിവസം മുതൽ തന്നോട് ചോദ്യം ചോദിപ്പാൻ ആരും ധൈര്യപ്പെട്ടതുമില്ല. പിതാവേ, ഞങ്ങൾ ജീവനോടിരിക്കുന്ന നാളുകളൊക്കെയും നിന്റെ വലത്ത് കൈ ഞങ്ങളുടെ മേൽ ആവസിപ്പിക്കണമേ. ആമേൻ.